ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജില്ലയിൽ ഓറഞ്ച് അലർട്ട്. മനക്കൊടി ആശാരിമൂലയിൽ തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു. ചാവക്കാട് കടൽക്ഷോഭം രൂക്ഷം. അഴീക്കോട് മുനക്കൽ ബീച്ചിൽ ചുഴലിക്കാറ്റ്. വ്യാപാര സ്ഥാപനങ്ങൾ തകർന്നു. ചീനവല നശിച്ചു. ചെറുതുരുത്തിയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് മുകളിലേക്ക് മരം വീണു. ജാംനഗറിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന 19578 നമ്പർ എക്സ്പ്രസ് ട്രെയിനിന് മുകളിലേക്കാണ് മരം വീണത്. 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ 19-ന്, വോട്ടെണ്ണൽ ജൂൺ 23-ന്. നാമം നിർദ്ദേശപത്രിക ജൂൺ 2 വരെ സമർപ്പിക്കാം. എൻഡിഎയുടെ സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. നമസ്കാരം. വാർത്തകൾ വിശദമായി. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. പലയിടങ്ങളിലും ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ വീണ് നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പഴയന്നൂർ വടക്കേത്തറ ശ്രീനാരായണ ഗുരു ക്ഷേത്രത്തിന് മുന്നിൽ മരം വീണ് താഴികക്കുടം തകർന്നു. ചേലക്കോട് എളുത്തിപ്പാറയിൽ ശക്തമായ കാറ്റിലും മഴയിലും തേക്കുമരം വൈദ്യുതി ലൈനിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ക്ഷേത്രത്തിന് സമീപമുള്ള സർക്കാർ മൃഗാശുപത്രിയിലെ മരമാണ് കാറ്റിൽ വീണത്. ചാവക്കാട് കടൽക്ഷോഭം രൂക്ഷം. കടപ്പുറം പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷം. വീടുകളിലേക്ക് കടൽ വെള്ളം അടിച്ചു കയറി. മാളുട്ടി വളവ്, മൂസ റോഡ്, വെളിച്ചെണ്ണപ്പടി, മുനക്കക്കടവ് എന്നിവിടങ്ങളിലാണ് കടൽക്ഷോഭം രൂക്ഷമായത്. മാളുട്ടി വളവ്, കുറുപ്പത്ത് ബദ്രു, മൂസ റോഡ്, പുതുവീട്ടിൽ ബീരുമോൻ എന്നിവരുടെ വീടുകളിലേക്ക് വെള്ളം അടിച്ചു കയറി. വെള്ളം റോഡിൽ കെട്ടി നിൽക്കുന്ന സ്ഥിതിയാണ്. കടൽഭിത്തിയില്ലാത്ത സ്ഥലങ്ങളിലാണ് കടൽ വെള്ളം വീടുകളിലേക്ക് അടിച്ചു കയറിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് വെള്ളം കയറിയ വീടുകൾ സന്ദർശിച്ചു. ചാവക്കാട് ബീച്ചിലെ പാർക്കിംഗ് ഗ്രൗണ്ട് കടൽക്ഷോഭത്തെ തുടർന്ന് മുങ്ങി. ബീച്ചിലെ താൽക്കാലിക കടകൾ, കാർണിവൽ ഉൾപ്പെടെയുള്ളവ വെള്ളത്തിലായി. വെള്ളം കടലിലേക്ക് ഒഴുക്കിവിടാൻ ഉണ്ടാക്കിയ ചാലിലൂടെയാണ് വെള്ളം ഇരച്ചു കയറിയത്. കടൽക്ഷോഭത്തെ തുടർന്ന് ചാവക്കാട് ബീച്ചിൽ ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ സന്ദർശകരെ അനുവദിക്കില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അറിയിച്ചു. മനക്കൊടി ആശാരിമൂലയിൽ കനത്ത മഴയിൽ തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു. വീടിനകത്തുണ്ടായിരുന്ന വയോധികയും മകനും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഓട് തലയിൽ വീണ് മകന് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 3:45-നാണ് തെങ്ങ് വീണത്. കയ്പമംഗലം വീട്ടിൽ കമല, മകൻ ഷിജു എന്നിവരാണ് വീട്ടിലുണ്ടായിരുന്നത്. ശക്തമായ കാറ്റിലും മഴയിലും അയൽവാസിയുടെ പറമ്പിലെ തെങ്ങാണ് ഇവരുടെ വീടിന് മുകളിൽ വന്നു വീണത്. പട്ടികയും ഓടും തെറിച്ചു വീണാണ് ഷിജുവിന് പരിക്കേറ്റത്. തെങ്ങ് വീണു, പരിക്ക് പറ്റി. സൗണ്ട് കേട്ട് അമ്മാന്ന് വിളിച്ചു. ഷിജുവിന്റെ അമ്മ കമല പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇവരെ താൽക്കാലികമായി ബന്ധുവിന്റെ വീട്ടിലേക്ക് മാറ്റി. ഇന്ന് പുലർച്ചെ വീശിയ ശക്തമായ കാറ്റിന്റെ ഭാഗമായി തെങ്ങ് കടപുഴകി കയ്പമംഗലത്ത് വീട്ടിൽ കമല എന്ന് പറഞ്ഞ ചേച്ചിയുടെ വീടിന് മുകളിലേക്ക് വീണ് വീട് പൂർണ്ണമായും തകരുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. സംഭവിച്ചില്ല, വ്യക്തികൾക്ക് അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. ഷിജു എന്ന് പറഞ്ഞ കമല ചേച്ചിയുടെ മകന്റെ തലയിലേക്ക് ഓട് വീണ് ചെറിയ പരിക്കുകളുണ്ട്. ഇനി ഉള്ള കാര്യം വെച്ചാൽ അവർക്ക് താമസയോഗ്യമല്ല വീട്, കാരണം പൂർണ്ണമായും ആ വീട് നശിച്ചു. മറ്റത്തൂർ 3 മുറി ചേലക്കാട്ടുകരയിൽ തെങ്ങ് കടപുഴകി വീണ് വീടിന് ഭാഗികമായി കേടുപറ്റി. അടാട്ട് വിശ്വനാഥന്റെ വീടിനാണ് കേടുപറ്റിയത്. മുറ്റത്തു നിന്നിരുന്ന തെങ്ങ് കാറ്റിൽ ഒടിഞ്ഞു വീഴുകയായിരുന്നു. വീടിന്റെ മുൻവശത്തെ ഷീറ്റുമേന നടപ്പുര ഭാഗികമായി തകർന്നു. അഴീക്കോട് മുനക്കൽ ബീച്ചിൽ ചുഴലിക്കാറ്റ്. വ്യാപാര സ്ഥാപനങ്ങൾ തകർന്നു. ചീനവല നശിച്ചു. ശനിയാഴ്ച രാത്രിയിലും ഇന്ന് പുലർച്ചെയുമുണ്ടായ ശക്തമായ കാറ്റിലാണ് നാശനഷ്ടമുണ്ടായത്. ബീച്ചിൽ കച്ചവടം നടത്തുന്ന 10ഓളം സ്ഥാപനങ്ങളുടെ മേൽക്കൂരയിലെ ഓടുകൾ കാറ്റിൽ പറന്നു വീണു. ഇവിടങ്ങളിലെ ഫ്ലക്സ് ബോർഡുകളും മറ്റും നിലം പതിച്ചിട്ടുണ്ട്. മുനക്കൽ ബീച്ചിൽ അഴീക്കോട് സ്വദേശി മടത്തിപ്പറമ്പിൽ ചന്ദ്രന്റെ ചീനവല പാടെ തകർന്നു. തൊഴിലാളികൾ ഓടി രക്ഷപ്പെട്ടതിനാൽ അപകടം ഒഴിവായി. കൂടുതൽ വിവരങ്ങളുമായി നവാസ് ചേരുകയാണ്. നവാസ്, അഴീക്കോട് മുനക്കൽ ബീച്ചിൽ ചുഴലിക്കാറ്റ്, വ്യാപാര സ്ഥാപനങ്ങൾ തകർന്നു, ചീനവല നശിച്ചു എന്ന് മനസ്സിലാക്കുന്നു. എത്രത്തോളം ജാഗ്രത പാലിക്കണം? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ?
റിയ, ഇന്നലെ മുതൽ തന്നെ കൊടുങ്ങല്ലൂരിന്റെ തീരമേഖലയിൽ ശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പുലർച്ചെയാണ് അതിശക്തമായ ചുഴലിക്കാറ്റിനോട് സമാനമായിട്ടുള്ള കാറ്റ് വീശിയത്. അഴീക്കോട് തീരദേശ മേഖല പൊതുവെ ജനസാന്ദ്രത കൂടിയ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാറ്റുകളും മഴയും തന്നെ ജനജീവിതത്തെ സാരമായി ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇന്ന് പുലർച്ചെ അടിച്ച വീശിയടിച്ച കാറ്റിൽ ഏകദേശം 10-ലധികം വ്യാപാര സ്ഥാപനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. അതിൽ പകുതിയോളം വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും, മറ്റുള്ളവ ഭാഗികമായിട്ടാണ് നശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മുനക്കൽ ബീച്ചിൽ ജോലിക്കാർ തൊഴിലാളികൾ പണിയെടുത്തുകൊണ്ടിരുന്ന ചീനവലയാണ് കാറ്റിൽ തകർന്നു വീണത്. ജനങ്ങൾ ഭീതിയിലാണ്. സമീപകാലത്തൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു കാറ്റോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവമോ അഴീക്കോട് മേഖലയിൽ ഉണ്ടായിട്ടില്ല. എങ്കിലും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഇടപെട്ടിട്ടുണ്ട്. ഈ നഷ്ടം സംഭവിച്ചവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകണമെന്ന ആവശ്യവും പ്രദേശത്ത് ഉയർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നിലവിൽ മഴ അത്ര ശക്തമല്ല, അതുപോലെ തന്നെ കാറ്റും നിലച്ചിട്ടുണ്ട്. എങ്കിൽ പോലും അടുത്ത സമയത്ത് ഇനി എന്ത് വരുമെന്ന ആശങ്കയിലാണ്. ആവശ്യമായ മുൻകരുതലെടുക്കാൻ അധികൃതർ തയ്യാറായിട്ടുണ്ട്. റിയ, നന്ദി നവാസ് വിവരങ്ങൾ നൽകിയതിന്. അഴീക്കോട് മുനക്കൽ ബീച്ചിലാണ് ചുഴലിക്കാറ്റ്. വ്യാപാര സ്ഥാപനങ്ങൾ തകർന്നു, ചീനവല നശിച്ചു. 10ഓളം സ്ഥാപനങ്ങളുടെ മേൽക്കൂരയിലെ ഓടുകളും കാറ്റിൽ പറന്നു വീണു. ചെറുതുരുത്തിയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് മുകളിലേക്ക് മരം വീണു. ട്രെയിൻ ഗതാഗതം 1 മണിക്കൂറോളം തടസ്സപ്പെട്ടു. ജാംനഗറിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ട്രെയിനിന് മുകളിലേക്കാണ് മരം വീണത്. രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. ലോക്കോ പൈലറ്റിന്റെ സംയോജിത ഇടപെടൽ മൂലം ഉടൻ തന്നെ ട്രെയിൻ നിർത്തിയതിനാൽ വൻ അപകടം ഒഴിവായി. അപകടത്തെ തുടർന്ന് ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. TRT സംഘം എത്തി മരം മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കനത്ത മഴയിൽ ചന്ദ്രാപിന്നി പപ്പടം നഗറിൽ വെള്ളം കയറി. 30ഓളം വീടുകൾ വെള്ളത്തിൽ. തുടർച്ചയായി പെയ്ത മഴയിലാണ് തോട് കവിഞ്ഞൊഴുകി വീടുകൾ വെള്ളത്തിലായത്. ദേശീയപാത ചന്ദ്രാപിന്നി ബൈപ്പാസ് നിർമ്മാണത്തെ തുടർന്ന് വെള്ളം ഒഴുകി പോകുന്ന തോടുകൾ അടഞ്ഞുകിടക്കുന്നതും വെള്ളക്കെട്ടിന് കാരണമായി. സാധാരണ ഈ പ്രദേശത്തെ വെള്ളക്കെട്ടുണ്ടാകാറുണ്ടെങ്കിലും ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് തോടുകൾ യഥാസമയം നിർമ്മാണം പൂർത്തിയാക്കാത്തത് മേഖലയിലെ ജനങ്ങളെ ദുരിതത്തിലാക്കി. ബൈപ്പാസിന് സമീപത്തെ വീടുകളും വെള്ളത്തിലാണ്. കാളക്കൂട് താനന്ദന്റെ വീടിനുള്ളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പപ്പടം നഗറിലേക്കുള്ള റോഡും വെള്ളം കയറി കിടക്കുവാണ്. ഈ പരിസരത്ത് 30ഓളം വീടുകൾ വെള്ളക്കെട്ടിലാണ്. മഴ തുടർന്നാൽ വീടിനുള്ളിൽ വെള്ളം കയറുന്ന അവസ്ഥയിലാണ്. വെള്ളക്കെട്ട് പരിഹരിക്കാൻ അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. നമ്മളിപ്പോൾ എല്ലായിടത്തും ബുദ്ധിമുട്ടിയിട്ട് നിൽക്കുന്നത്. കൊച്ചിയുടെ ആങ്ക് 2 പ്രസവിച്ചിട്ടുള്ള ആളുകളുടെ ഒരു ഉദ്യോഗസ്ഥനും വരുന്നില്ല, ആരും നമ്മൾ പരാതി പറഞ്ഞിട്ടും വരുന്നില്ല, മെമ്പറായിട്ടും വരുന്നില്ല, ആരായിട്ടും വരുന്നില്ല. ഇവിടെ കൊച്ചിയുടെ ആളുകളുടെ ഇവിടെ പ്രസവിച്ച് 35-20 ദിവസമായിട്ട് ഇത് ആളും കൊണ്ട് ഞങ്ങൾ എങ്ങനെ പോകേണ്ടത്? അതിലൊരു തീരുമാനം ഉണ്ടാക്കാനായിട്ട് ഇവിടെ വെള്ളം പോകാനായിട്ട് അത് ഓടുന്ന് വൃത്തിയാക്കാനായിട്ട് JCB ഓടുന്നവരുണ്ട്. കുറേ നാളായിട്ട് ഇതുവരെ വന്നിട്ടില്ല. എന്നിട്ട് വന്നിട്ട് ഓടുന്ന അവർ പണ്ട് പോയി ഇവിടെ നമുക്ക് അവിടെ ബ്ലോക്കായി കിടക്കുന്നത്. എത്രത്തൊട്ട് ചന്ദ്രാപിന്നി വരും ബ്ലോക്കായി കിടക്കാം. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ജൂൺ 19-നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. ജൂൺ 23-നാണ് വോട്ടെണ്ണൽ. PV അൻവർ രാജിവെച്ചതിനെ തുടർന്ന് വന്ന ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഗസറ്റ് വിജ്ഞാപനം നാളെ ഇറങ്ങും. ജൂൺ 2-നാണ് നോമിനേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതി. നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂൺ 5-നാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉടൻ നടത്തണമെന്നാവശ്യപ്പെട്ട് മുൻ MLA PV അൻവർ നേരത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ NDAയുടെ സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തൃശൂരിൽ പറഞ്ഞു. പാർട്ടി കോർ കമ്മിറ്റിയും NDA യോഗവും ചേർന്ന് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. എന്തുകൊണ്ടാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരാൻ കാരണമെന്ന് എല്ലാവർക്കും അറിയാം. വികസനം തന്നെയാണ് ഇവിടെയും BJP മുന്നോട്ട് വയ്ക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിലയിരുത്തൽ ജനം നടത്തും. NDAന്റെ ഒരു യോഗം വിളിച്ച് ഇതെല്ലാം ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഇതിപ്പോൾ 6 മാസം മാത്രമല്ലേ ഉള്ളൂ.
ഈ ബൈ ഇലക്ഷൻ്റെ ടേം. എന്നിട്ട് ചെയ്തത് ഈ ഇലക്ഷൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞത് LDFൻ്റെ ഒരു MLA LDFിൽ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടല്ലേ രാജിവെച്ചത്. അപ്പോൾ ഇതെല്ലാം വിചാരിച്ച് നമ്മൾ തീരുമാനിക്കും. ഇന്നൊരു BJPൻ്റെ കോറിൻ്റെ മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞ് NDAൻ്റെ ഒരു മീറ്റിംഗ് നടക്കും, അത് കഴിഞ്ഞ് തീരുമാനിക്കും. മൊത്തം കേരളയിൽ വികസനത്തിനെക്കുറിച്ച് സീരിയസ് ആയിട്ടാണ് കാണുന്നത്. നമ്മൾ മാത്രമേ ഉള്ളൂ പാർട്ടി വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നതും ചെയ്യുന്നതും. എല്ലാവർക്കും അറിയാമല്ലോ 10 കൊല്ലം നരേന്ദ്രമോദിജി കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു. ഇവിടെ ജനങ്ങളൊരു അവസരം കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും CPM എന്ത് ചെയ്തു. അതിന് മുന്നേ കോൺഗ്രസിന് അവസരം കൊടുത്തപ്പോൾ കോൺഗ്രസ് എന്ത് ചെയ്തു എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല. ദേശീയപാത തകർന്ന വിഷയത്തിൽ സ്ഥലം സന്ദർശിച്ച ശേഷം കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കും. വിഷയത്തിൽ വീഴ്ച പറ്റിയത് ആർക്കാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് എന്താണ് ഇതിൻ്റെ കാരണം? ഒരു എൻക്വയറി കമ്മിറ്റി, പിന്നെ കോൺട്രാക്ടറിനെ ഡീബാർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു എൻക്വയറി കമ്മിറ്റി ഇരിക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ കാരണം? അത് ക്വാളിറ്റി ആണോ, കോൺട്രാക്ടർ ചെയ്ത തെറ്റാണോ, അത് സർവേയിൽ മാറ്റം കൊണ്ടുവന്ന കാരണമാണോ? ഇതെല്ലാം എൻക്വയറി കമ്മിറ്റി നോക്കട്ടെ. NHAI ഈ നാട്ടിലും എത്രയോ ലക്ഷം കിലോമീറ്റർ ഹൈവേ ഉണ്ടാക്കിയ ഒരു സംസ്ഥാനമാണ്. അത് ഗ്ലോബൽ ക്വാളിറ്റിയിൽ ചെയ്ത പണിയും കാര്യങ്ങളും ചെയ്ത ഒരു ഓർഗനൈസേഷനാണ്. അതുകൊണ്ട് ഇത് എങ്ങനെ നടന്നു അവർ അത് ഒരു എൻക്വയറി നടക്കും, അത് തീരുമാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് BJP ദേശീയ നിർവാഹക സമിതി അംഗം KV ശ്രീധരൻ മാസ്റ്ററുടെ ചെമ്പുകാവിലെ വസതിയിൽ ഇരുന്ന് കണ്ട ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, തൃശൂർ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് C മേനോൻ തുടങ്ങിയ നേതാക്കളും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട MSC എൽസ 3 എന്ന കപ്പൽ മുങ്ങുന്നതായി സൂചന. കൂടുതൽ കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചതായും ക്യാപ്റ്റനെയും 2 പേരെയും നേവിയുടെ കപ്പലിലേക്ക് മാറ്റിയതായും വിവരങ്ങളുണ്ട്. നിലവിൽ 21 ഡിഗ്രി വരെ കപ്പൽ ചെരിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം ഡിഫൻസ് PRO അതുൽ പിള്ള പറഞ്ഞു. ഇന്ന് രാവിലെയാണ് കപ്പലിനെ ഉയർത്താനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാനിരുന്നത്. പക്ഷേ കടൽ കൂടുതൽ പ്രക്ഷുബ്ധമായതോടെ കപ്പൽ മുങ്ങാൻ തുടങ്ങുകയായിരുന്നു. ഇതോടെ കപ്പൽ ഉയർത്താനുള്ള ദൌത്യം അവസാനിപ്പിച്ചു. കപ്പൽ ചെരിഞ്ഞതോടെ കണ്ടെയ്നറുകളും നഷ്ടപ്പെട്ടു. കേരള തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെയാണ് കഴിഞ്ഞ ദിവസം MSC എൽസ 3 എന്ന ലൈബീരിയൻ കപ്പൽ ചെരിഞ്ഞത്. പഴയന്നൂരിൽ ഇരുമ്പ് തോട്ടിയിൽ നിന്ന് ഷോക്കേറ്റ് വയോധികൻ മരിച്ചു. പഴയന്നൂർ വടക്കേത്തറ നന്നാട്ടുകുളം വീട്ടിൽ 65 വയസ്സുള്ള ഗുരുവായൂരപ്പനാണ് മരിച്ചത്. വീട്ടിലെ കുഴൽക്കിണറിലെ മോട്ടോറിലേക്ക് നൽകിയ വൈദ്യുതി കണക്ഷനിൽ നിന്നാണ് ഷോക്കേറ്റത്. ഉടൻ തന്നെ പഴയന്നൂർ നവോദയ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂരിൽ നടക്കുന്ന ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന വാർഷിക കൌൺസിലിന്റെ സമാപനത്തോടനുബന്ധിച്ച് വിഷൻ കോൺക്ലേവ് സംഘടിപ്പിച്ചു. ആരോഗ്യമേഖലയുടെ ഭാവി എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന വിഷൻ കോൺക്ലേവ് കേന്ദ്ര ആയുഷ് വകുപ്പ് മന്ത്രി ജാദവ് പ്രതാപ് റാവു ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ PC സൂരജ്, ഡോക്ടർ സഞ്ജീവ് കുമാർ, ഡോക്ടർ VJ സെബി, ഡോക്ടർ മനോജ് കലൂർ, ഡോക്ടർ I ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ ജിജു രാജ്, ഡോക്ടർ KC അജിത് കുമാർ തുടങ്ങിയവർ കോൺക്ലേവിൽ വിഷയാവതരണം നടത്തി. ഇപ്പോഴുള്ള നെഗറ്റീവായിട്ട് മാറ്റി ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഗ്ലോബൽ കംപ്ലയൻസ് ധാരാളം ഇപ്പോഴുള്ള ചാവക്കാട് നഗരസഭ കളിക്കളത്തിന്റെ നിർമ്മാണോദ്ഘാടനവും മൊബൈൽ FSSTP വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ നിർവഹിച്ചു. പരപ്പിൽത്താഴം MCFൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ശുചിത്വ അംബാസിഡർ PT കുഞ്ഞുമുഹമ്മദ് മുഖ്യാതിഥിയായി. വൈസ് ചെയർമാൻ KK മുബാറക്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷാഹിന സലീം, ബുഷറ ലത്തീഫ്, PS അബ്ദുൾ റഷീദ്, അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ, പ്രസന്ന രണദിവെ, നഗരസഭാ കൌൺസിലർ MR രാധാകൃഷ്ണൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ, PK സൈതാലിക്കുട്ടി, AM മഹേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു.
സെപ്റ്റിക് മാലിന്യം ഉറവിടത്തിൽ തന്നെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് 45 ലക്ഷം രൂപ ചെലവഴിച്ചു വാങ്ങിയ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത മൊബൈൽ ട്രീറ്റ്മെന്റ് വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും മന്ത്രി നിർവഹിച്ചു. പരിപാടി UDF അംഗങ്ങൾ ബഹിഷ്കരിച്ചു. CITU നിയന്ത്രണത്തിലുള്ള അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയന്റെ കൊടകര പ്രൊജക്ട് സമ്മേളനം കൊടകരയിൽ സംഘടിപ്പിച്ചു. CITU കൊടകര ഏരിയ സെക്രട്ടറി PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. സിജി പ്രദീപ് അധ്യക്ഷയായിരുന്നു. യൂണിയൻ സെക്രട്ടറി UG വാസന്തി, ജില്ലാ സെക്രട്ടറി MS പ്രേമലത, CITU ഏരിയ ട്രഷറർ PC ഉമേഷ്, കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ MK മോഹനൻ, ഗ്രീഷ അനിലൻ, KC ബിന്ദു, PA അനിത തുടങ്ങിയവർ സംസാരിച്ചു. തുടരും സിനിമയിലൂടെ വൈറലായ കാട്ടാനകളുടെ ചിത്രം കോടാലി സ്വദേശിയായ കലാകാരൻ നികേഷ് കൃഷ്ണൻ കളിമണ്ണിൽ പുനഃസൃഷ്ടിച്ചത് ആകർഷകമായി. ആനമല കടുവ സംരക്ഷണ കേന്ദ്രത്തിനുള്ളിലെ പുൽമേട്ടിൽ കിടന്നുറങ്ങുന്ന ആനക്കുടുംബത്തിന്റെ ചിത്രം ധനു പരൺ, പ്രവീൺ ഷൺമുഖാനന്ദൻ എന്നിവർ ചേർന്നാണ് ഡ്രോൺ ഉപയോഗിച്ച് പകർത്തിയത്. തുടരും സിനിമയിൽ ഉൾപ്പെടുത്തിയതോടെ ഈ ചിത്രം കൂടുതൽ വൈറലായി മാറുകയായിരുന്നു. ആനപ്രേമി കൂടിയായ കലാകാരൻ നികേഷ് കൃഷ്ണൻ ഈ ചിത്രത്തിന് കളിമണ്ണ് ഉപയോഗിച്ച് ശില്പഭാഷ്യം തീർക്കുകയായിരുന്നു. ചലിക്കുന്ന ആനകൾക്ക് രൂപം നൽകി ശ്രദ്ധേയനായിട്ടുള്ള കലാകാരൻ കൂടിയാണ് നികേഷ്. TCV കൊടകര. ഈ മാസം വിരമിക്കുന്ന KRFB ടീം ലീഡർ KH ജയയ്ക്ക് സഹപ്രവർത്തകരുടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. KRFB പ്രൊജക്ട് ഡയറക്ടർ KD അശോക് കുമാർ, ദേശീയപാത വിഭാഗം ചീഫ് എഞ്ചിനീയർ SB ദീപു, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ B ഷിബു കൃഷ്ണരാജ്, തിരുവില്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ, കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ, തിരുവില്ലാമല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ഉദയൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നവീകരണ കലശവും സഹസ്ര കലശാഭിഷേകവും തുടരുന്നു. ക്ഷേത്രം തന്ത്രി കൈമുക്കുമന വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. നവീകരണ കലശത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി ഹോമം, തത്വകലശാഭിഷേകം എന്നിവ നടന്നു. വൈകിട്ട് അധിവാസ ഹോമം, മുളപൂജ, അത്താഴ പൂജ എന്നിവ നടക്കും. തളി നെഹ്റു സ്മാരക വായനശാലയുടെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വനിതാ സംഗമം നടത്തി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത അധ്യക്ഷയായി. K ചിത്രലേഖ എഴുതിയ കവിതാ സമാഹാരം പാട്ട് പൂക്കുന്നിടം MP രുക്മിണി പ്രകാശന കർമ്മം നിർവഹിച്ചു. കുമാരി മേധ സുരേഷ്, കുമാരി അനഘ മനോജ് എന്നിവർ പുസ്തകം ഏറ്റുവാങ്ങി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സീമ ബാബു, C വിജയലക്ഷ്മി, MP പ്രീത തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് തോളൂർ മണ്ഡലം 8ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു. കുടുംബസംഗമം മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കുടുംബസംഗമം എന്ന് പറഞ്ഞാൽ കുടുംബം കൂടുമ്പോൾ ഇമ്പം, അല്ലേ? നമ്മളൊക്കെ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹത്തായ ഒരു വലിയ കുടുംബത്തിലെ അംഗങ്ങളാണ് നമ്മൾ എല്ലാവരും. കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് ജോയി വാഗയിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി PK രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് അടാട്ട് ബ്ലോക്ക് പ്രസിഡന്റ് വിപിൻ വടേരിയാട്ടിൽ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഭാസ്കരൻ കൊട്ടിലിക്കൽ, തോളൂർ മണ്ഡലം പ്രസിഡന്റ് KG പോൾസൺ, തോളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി, വൈസ് പ്രസിഡന്റ് ലില്ലി ജോസ്, KPCC വിചാർ വിഭാഗ് ജില്ലാ ചെയർമാൻ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പിള്ളി, പ്രവാസി കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഡേവിസ് വടക്കൻ, കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് ജോർജ് കുത്തൂർ എന്നിവർ പങ്കെടുത്തു. മുതിർന്ന വാർഡംഗങ്ങളെ ആദരിക്കൽ, നാഗ്പൂരിൽ നടന്ന ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ എറിൻ റോസിനെയും SSLC +2 പരീക്ഷകളിൽ ഉൾപ്പെടെ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ, വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണം, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 ദിനം പൂർത്തിയാക്കിയ വാർഡിലെ തൊഴിലാളികളെ അനുമോദിക്കൽ എന്നിവയും നടന്നു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ.
സ്വർണം ഗ്രാമിന് 8,990 രൂപ, പവന് 71,920 രൂപ. വെള്ളി ഗ്രാമിന് 110 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,728 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജില്ലയിൽ ഓറഞ്ച് അലർട്ട്. മനക്കുടി ആശാരിമുരയിൽ തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു. ചാവക്കാട് കടൽക്ഷോഭം രൂക്ഷം. അഴീക്കോട് മുനിക്കൽ ബീച്ചിൽ ചുഴലിക്കാറ്റ്. വ്യാപാര സ്ഥാപനങ്ങൾ തകർന്നു. ചീനവല നശിച്ചു. ചെറുതുരുത്തിയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് മുകളിലേക്ക് മരം വീണു. ജാംനഗറിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന 19,578 നമ്പർ എക്സ്പ്രസ് ട്രെയിനിന് മുകളിലേക്കാണ് മരം വീണത്. 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ 19-ന്, വോട്ടെണ്ണൽ ജൂൺ 23-ന്. നാമനിർദ്ദേശ പത്രിക ജൂൺ 2 വരെ സമർപ്പിക്കാം. എൻഡിഎയുടെ സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.